Hi everyone, welcome to Greenart. ഇന്ന് നമുക്ക് ഈ ക്രോഷ്യ ബെൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു നീഡിൽ വേണം, അതുപോലെ തന്നെ ഒരു ത്രെഡ്. ഞാൻ യൂസ് ചെയ്യുന്നത് ആങ്കർ പേൾ കോട്ടൺ ത്രെഡാണ്. ആദ്യം നമുക്കൊരു മാജിക് റിംഗ് ചെയ്യാം. അതിനിതുപോലെ ത്രെഡ് ഒന്ന് കയ്യിൽ ചുറ്റി അതിലേക്ക് നീഡിലിട്ട് ത്രെഡ് കോർത്ത് വലിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും ആ ത്രെഡ് കോർത്ത് ആ ലൂപ്പിലൂടെ വലിച്ചിറക്കാം. ഇതാണ് മാജിക് റിംഗ്. ഈ റിങ്ങിൽ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 5 6. ഈ റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് വലിച്ച് ഒന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ സിംഗിൾ ക്രോഷ്യയിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം നമുക്ക് 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് വീണ്ടും 2 ചെയിൻ കൂടി ചെയ്യാം. എന്നിട്ടൊരു ഡബിൾ ക്രോഷ്യ അടുത്ത ചെയിനിലേക്കും ചെയ്യാം. വീണ്ടും 2 ചെയിൻ ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ അടുത്ത ചെയിനിലേക്ക് ചെയ്യാം. രണ്ട് ചെയിൻ, ഒരു ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ എന്നിങ്ങനെ നമുക്ക് ഈ റോ ഫുൾ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിനിലേക്കാണ് ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ സെക്കൻഡ് റോയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 2 ചെയിൻ ചെയ്തിട്ട് അടുത്ത സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഈ റോ ഫുൾ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 2 ചെയിൻ ചെയ്യുക, എന്നിട്ട് അടുത്ത സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ലാസ്റ്റ് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത 2 ചെയിനിലേക്കാണ് നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. തേർഡ് റോയും ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ ത്രെഡ് ഇപ്പോൾ സെക്കൻഡ് റോയിൽ ചെയ്ത 2 ചെയിനിനുള്ളിലാണ്. അത് ഈ സ്പേസിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഫോർത്ത് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യമേ 2 ചെയിൻ ചെയ്യാം. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ആ സെയിം സ്പേസിലേക്ക് ചെയ്യാം. എന്നിട്ട് 3 ചെയിൻ കൂടി ചെയ്തിട്ട് ആ സെയിം സ്പേസിലേക്ക് തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും 2 ഡബിൾ ക്രോഷ്യ അടുത്ത സ്പേസിലേക്ക് ചെയ്യുന്നു. എന്നിട്ട് 3 ചെയിൻ, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെ നമ്മൾ ഓരോ സ്പേസിലും ചെയ്യണം. നമ്മളിത് ചെയ്യുമ്പോൾ ഈ റോയിൽ ടോട്ടൽ 6 സെറ്റാണ് വരുന്നത്. അതായത് 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ എന്നിങ്ങനെയുള്ളത് 6 എണ്ണം ആ ഒരു റോയിൽ വരും.
ഫോർത്ത് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ജോയിൻ ചെയ്യാനായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമ്മളുടെ ത്രെഡ് ആ സ്പേസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്യാം. ഇനി നമുക്ക് ഫിഫ്ത്ത് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് ആ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 3 ചെയിൻ ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിലേക്ക് തന്നെ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്തതായി നമ്മളൊരു ഡബിൾ ക്രോഷേ അടുത്ത സ്പേസിലേക്ക് വേണം ചെയ്യാനായിട്ട്. 2 ഡബിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ എന്നിങ്ങനെ ഓരോ സ്പേസിലും റിപ്പീറ്റ് ചെയ്യാം. നമ്മളിത് തന്നെയാണ് ഫോർത്ത് റോയിലും ചെയ്തത്. ആ സെയിം തന്നെയാണ് നമ്മൾ ഈ 5th, 6th, 7th റോകളിലും ചെയ്യുന്നത്. അതായത് 2 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ എന്നിങ്ങനെ ഓരോ സ്പേസിലും നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ 7th റോ വരെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു 5th, 6th, 7th ഇൻക്ലൂഡിങ് 4th റോയും നമ്മൾ സെയിം പാറ്റേൺ ആണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെല്ലിൻ്റെ താഴെ ഭാഗം ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ത്രെഡ് ആ സ്പേസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഈ 8th റോ ചെയ്യാനായിട്ട് 7th റോ വരെ ചെയ്ത സെയിം പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതായത് ആദ്യം 2 ചെയിൻ ചെയ്തിട്ടൊരു ഡബിൾ ക്രോഷേ ചെയ്യുന്നു, 3 ചെയിൻ ചെയ്യുക, വീണ്ടും 2 ഡബിൾ ക്രോഷേ ആ സെയിം സ്പേസിലേക്ക് ചെയ്യുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെയിൻ കൂടി ചെയ്യാം. അതാണ് ഈ റോയിലെ ഇൻക്രീസിങ്. അതായത് ഓരോ സ്പേസിലും 2 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 ഡബിൾ ക്രോഷേ എന്നിങ്ങനെ ചെയ്തിട്ട് ഒരു ചെയിൻ കൂടി ചെയ്യുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ആ സ്പേസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക, വീണ്ടും ഒരു ചെയിൻ കൂടി ചെയ്തേച്ച് ആ സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ ചെയ്യുക, പിന്നീട് ഒരു ഡബിൾ ക്രോഷേ. ഇങ്ങനെ നമ്മൾ ഒരു സ്പേസിൽ ടോട്ടൽ 4 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 2 ചെയിന് കൂടാതെ 4 ഡബിൾ ക്രോഷേ. ഈ ഓരോ ഡബിൾ ക്രോഷേക്കിടയിലും ഓരോ ചെയിൻ വീതം ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് റോയിൽ ആദ്യത്തെ 2 ചെയിൻ കൂടാതെ 4 ഡബിൾ ക്രോഷേ കൂടിയാണ് ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് ഓരോ ചെയിൻ വീതം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്പേസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ഡബിൾ ക്രോഷേ, ചെയിൻ, ഡബിൾ ക്രോഷേ, ചെയിൻ എന്നിങ്ങനെ ചെയ്യാം. ഓരോ സ്പേസിലും 5 ഡബിൾ ക്രോഷേയും 5 ചെയിനുമാണ് വരുന്നത്. ഇത് തന്നെ നമുക്ക് ഈ റോ ഫുൾ റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് എൻഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം.
നമ്മളുടെ ബെൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ചെയ്ത് നിർത്തിയെടുത്ത ആ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ അറ്റത്തൊരു നോട്ട് ഇടുകയും ചെയ്യാം. നമ്മളുടെ ക്രോഷ്യ ബെൽസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.